ഞങ്ങൾ ഇന്ന് ഒമ്മിനിക്കുട്ടനെ സ്റ്റാർട്ടാക്കി എങ്ങോട്ടേക്കാ പോകുന്നത് അറിയോ? വേറെ എങ്ങോട്ടും അല്ലട്ടോ, പുഴയിലേക്കാണ്. ഒന്ന് നീന്തി കുളിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഒരു 3-4 ദിവസം മുന്നേ ഞാനൊരു പുഴയിൽ പോയ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് പോവാറ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു കണ്ടന്റിന്റെ കുറവ് മൂലം ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. ഈ വർഷം പോയ വീഡിയോ ആണ് കേട്ടോ. എല്ലാ തവണ പുഴയിൽ വരുമ്പോ ഞാൻ ഇറങ്ങാറുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് സ്കിൻ പ്രോബ്ലം വരാറുണ്ട്. പിന്നെ സ്കിന്നിനെ ഡോക്ടറെ കാണിക്കാൻ പോവാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ തവണ ഞാൻ എന്തോ ഇതിൽ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ തവണ അച്ഛനും കുട്ടികളും മാത്രമാണ് കേട്ടോ ഇറങ്ങിയത്. മെഹുലിന് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവൻ കുറച്ചുകൂടി നീന്തി കളിക്കേണ്ടി ഇഷ്ടം. പിന്നെ ചെറിയ കുട്ടികൾ അവർ 2-3 തവണയെ ഇറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ മെഹുലുണ്ട് ഈ നീന്തി പോകുന്നത്, അവന് കുഴപ്പമില്ലാതെ നീന്തുന്നുണ്ട്. അവന് ഫുള്ളായി നിന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ പുഴയിൽ വന്ന സ്ഥിരം ഇവിടുന്ന് ഇങ്ങനെ കല്ല് പെറുക്കി കൊണ്ടുപോട്ടോ വീട്ടിലേക്ക് വലിയ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ വീട്ടിലെത്തി ആ കല്ല് കളയുകയും ചെയ്യും കേട്ടോ. പിന്നെ പിള്ളേർ ഇതാ വീട്ടിൽ നിന്ന് തോണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവർ ഒഴുക്കി വിടുകയാണ്. ആ പുഴയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വിശപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് വീട്ടിലേക്ക് നല്ല ചായയും കടിയും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞില്ല കേട്ടോ. പിന്നെ വീട്ടിൽ നല്ല നാടൻ കടികളുണ്ട്. അതുകൊണ്ട് ഇതാ വീട്ടിലെത്തിയ പാടെ തന്നെ നല്ല പാൽച്ചായയും കടികളും കഴിച്ചിട്ട്. ഇത് പണ്ടത്തെ ഒരു മോഡൽ പലഹാരല്ലേ, കൊയലപ്പം പോലത്തെ പലഹാരമാണ്. ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മേലോട്ടേക്ക് ഊതി അതിലിങ്ങനെ ചായ കിട്ടുട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ പണ്ടേയുള്ള കലാപരിപാടിയാണ് കേട്ടോ. അങ്ങനത്തെ കൊയലപ്പം വെച്ച് ചായ കുടിക്കുക, അച്ചപ്പെടുത്ത് ഫിംഗേഴ്സിലിട്ട്, അങ്ങനത്തെ പണ്ടേയുള്ള സ്വഭാവങ്ങളാണ് കേട്ടോ. ആ വീട്ടിലെത്തി ചായ കിട്ടിയപ്പോ നീന്തി ക്ഷീണിച്ച മക്കളെക്കാട്ടും ക്ഷീണവും ദാഹമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പൊ അതൊക്കെ ക്ഷീണവും ദാഹമൊക്കെ മതിയോ പിന്നെ അടിപൊളിയായിട്ട്. അപ്പൊ ഓക്കെ, ബൈ ബൈ.